നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ അർബൻ ബാങ്ക് അഴിമതിക്കെതിരെ കലയന്താനിയിലും വണ്ണപ്പുറത്തും UDF ധർണ. വിവിധ സമരങ്ങൾ അഡ്വക്കേറ്റ് S. അശോകൻ, റോയ് കെ പൗലോസ്, M. മോനിച്ചൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS പൊതുസമ്മേളനത്തിന്റെയും ഇടുക്കി അഡീഷണൽ SP B. കൃഷ്ണകുമാർ പ്രതിനിധി സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരസഭ 9-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ AAPയുടെ സ്ഥാനാർത്ഥിയായി റൂബി വർഗീസ് മത്സരിക്കുമെന്ന് പാർട്ടി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ സ്ഥാനാരോഹണം നടന്നു. ജോബ് K. ജേക്കബ് പ്രസിഡന്റായും ബെന്നി ഇല്ലിമൂട്ടിൽ സെക്രട്ടറിയായും ഡോക്ടർ CV ജേക്കബ് ട്രഷററായും സ്ഥാനമേറ്റു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. മുൻ വോളിബോൾ താരം നെയ്യശ്ശേരി ജോസ് എന്ന CK ജോസഫ് വിട പറഞ്ഞു. സംസ്കാര ശുശ്രൂഷകൾ ബുധൻ രാവിലെ 10:30 വീട്ടിൽ ആരംഭിച്ച് നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. വാർത്തകൾ വിശദമായി. അർബൻ ബാങ്കിലെ CPM കൊള്ളയ്ക്കും വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിക്കുമെതിരെ UDFന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. അർബൻ ബാങ്ക് വണ്ണപ്പുറം ശാഖയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വണ്ണപ്പുറം സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് പിരിച്ചുവിടണം. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ തൊടുപുഴ അർബൻ ബാങ്ക് ചെയർമാൻ രാജിവെക്കണം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം അർബൻ ബാങ്ക് ശാഖയുടെ മുമ്പിൽ ധർണ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 1-2 രൂപയുടെ കൊള്ളയൊന്നുമല്ല നടന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് അർബൻ ബാങ്കിൽ നടന്നിരിക്കുന്നത്. ഇതെല്ലാം പോയത് CPMന്റെ ഉന്നത നേതാക്കന്മാരുടെ പോക്കറ്റുകളിലേക്കാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന. എല്ലാവരും മുഖ്യമന്ത്രിക്ക് പഠിക്കുക. അത് കണ്ടല്ലേ എല്ലാവർക്കും പഠിക്കാൻ പറ്റൂ. സമസ്ത മേഖലയിലും അഴിമതി മുഖമുദ്രയാക്കിയ ഒരു സർക്കാർ, ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി തന്നെ അഴിമതിയുടെ സ്ഥിരാകേന്ദ്രമായി മാറുമ്പോൾ ഇതിനപ്പുറവും നടന്നില്ലെങ്കിൽ അത്ഭുതമാണ്. ഈ പോക്ക്, വിനാശകരമായ ഈ പോക്ക്, അതിന് കഴിഞ്ഞാൽ അതിനൊരു അവസാനമുണ്ടാക്കാൻ സഹകരണ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ചൊന്നായി സമരം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് തൊടുപുഴ കടന്നു പോകുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM അബ്ബാസ്, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, UDF നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ NA ബെന്നി, സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, PU ഷാഹുൽ ഹമീദ്, MA ബിജു, സണ്ണി കളപ്പുര, സജി കണ്ണമ്പുഴ, അനിൽ പയ്യാനിക്കൽ, ഇന്ദു സുധാകരൻ, CK ശിവദാസ്, ലത്തീഫ് ഇല്ലിക്കൽ, ജോഷി എടാട്ട്, ജോസഫ് തെക്കേക്കര, റഹീമ പരീദ്, റഷീദ് തോട്ടുകൽ, ജിജോ ജോസഫ്, KN സുരേഷ്, KG ശിവൻ, അനീഷ് കിഴക്കൽ, ജൈനമ്മ ജോസ്, PB ഷെരീഫ്, PL ജോസ്, ദിവ്യ അനീഷ്, സുബേദ സുബേർ, ഇസബെല്ല ജോഷി, രവി കൊച്ചടിക്കുന്നിൽ, ഡാനിമോൾ വർഗീസ്, രമ്യ മനു, സലീം നദാപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM ഇല്യാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ ബേബി വട്ടക്കുന്നിൽ സ്വാഗതവും MD ജോണി നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെയും അർബൻ ബാങ്കിലെ പകൽ കൊള്ളക്കെതിരെയും UDF ആഭിമുഖ്യത്തിൽ കലയന്താനി അർബൻ ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ കൂട്ടധർണ നടത്തി. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് സമരം ഉദ്ഘാടനം ചെയ്തു. കലയന്താനി ടൗണിൽ നടന്ന പ്രതിഷേധ മാർച്ച് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മോനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഇളന്തേശം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഓടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു.
അഴിമതി കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ CPM-ന് ഇരട്ടത്താപ്പും തീരുമാനവും ജനങ്ങളെ കബളിപ്പിക്കലുമാണ് നടപ്പാക്കുന്നതെന്ന് മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു. അർബൻ ബാങ്ക് അഴിമതിയിലും മുനിസിപ്പാലിറ്റി അഴിമതിയിലും കുറ്റക്കാരുടെ രാജിയിൽ വ്യത്യസ്ത തീരുമാനമാണ് CPM സ്വീകരിക്കുന്നത്. രാജിവെക്കാത്ത മുനിസിപ്പൽ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാതെ ജനങ്ങളെ കബളിപ്പിക്കുകയും CPM നേതാവായ അർബൻ ബാങ്ക് ചെയർമാനെ സംരക്ഷിച്ചു പോകുന്നതും ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെയും അർബൻ ബാങ്കിലെ പകൽക്കൊള്ളക്കെതിരെയും UDF കലേന്താനി അർബൻ ബാങ്ക് ശാഖയ്ക്ക് മുമ്പിൽ സംഘടിപ്പിച്ച കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കുഴപ്പങ്ങൾ ഈ അർബൻ സഹകരണ ബാങ്കിൽ സഖാവ് മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചെയ്തു എന്ന് പറയുമ്പോൾ ചുമ്മാ ആലങ്കാരികമായിട്ട് പറയാന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ഭാഗത്തിരിക്കുന്ന ബാക്കി മുഴുവൻ ആളുകളും ചുമ്മാ പോഷകന്മാരാ, വെറുതെ പോയിരിക്കുന്നതാണ്. ഒരു ഉത്തരവാദിത്വമില്ല, ഒരു ബന്ധവുമില്ല അവർക്കാർക്കും. അവരിൽ ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. ഇതെല്ലാം മത്തായി ചെയ്തതായിട്ടാണ് അവസാനം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ആ റിപ്പോർട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോ എല്ലാം ഞാനത് പറയുന്നില്ല, എല്ലാം പറയാൻ കൊള്ളത്തില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഞാൻ അതിന്റെ ഒരു വ്യക്തിയുടെ ലോണിനെ സംബന്ധിച്ച് ശങ്കരപ്പള്ളിയിലുള്ള ഒരു വ്യക്തിക്ക് ലോൺ കൊടുത്തിരിക്കുന്നതാണ്. ശങ്കരപ്പള്ളിയിലുള്ള ഒരു വസ്തുവാണ് ഈട് വെച്ചിരിക്കുന്നത്. 1 ഏക്കർ സ്ഥലമാണ് ഈട് വെച്ചിരിക്കുന്നത്. ആ ഈട് വെച്ചിരിക്കുന്നത് ആ 1 ഏക്കർ സ്ഥലത്തിന്റെ വാല്യുവേഷൻ അർബൻ ബാങ്കിൽ എടുത്തിരിക്കുന്നത് 8 കോടി രൂപ വാല്യുവേഷൻ കണക്കാക്കിയിരിക്കുന്നു. 4 കോടി രൂപ, 8 കോടിയുടെ പകുതിയായ 4 കോടി രൂപ ലോൺ കൊടുത്തിരിക്കുന്നു. 8 കോടി രൂപ ഒരു ഏക്കർ സ്ഥലത്തിന്, ശങ്കരപ്പള്ളിയിലെ മെയിൻ റോഡിൽ പോലും അല്ലാത്ത ഒരു സ്ഥലത്തിന് 8 കോടി രൂപയാണ് മത്തായി വാല്യുവേഷൻ കണ്ടത്. എന്നിട്ട് 4 കോടി രൂപ ലോൺ കൊടുത്തു. ആ 4 കോടി രൂപ ലോൺ എടുത്തതല്ലാണ്ട് ഒരു സിംഗിൾ പൈസ ബാങ്കിലേക്ക് തിരിച്ചെടുത്തിട്ടില്ല. ആ ബാങ്കിന്റെ പടി പിന്നെ കയറിയിട്ടില്ല എടുത്ത ആളുകൾ. ആ വസ്തു ലേലം ചെയ്താൽ കിട്ടാവുന്ന ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ചുള്ള വില വാല്യുവേറ്റർ ആ സഹകരണ ബാങ്കിന് എഴുതി കൊടുത്തിരിക്കുന്നത് 30 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ആ വാല്യുവേറ്റർ എഴുതി കൊടുത്തിരിക്കുന്ന തുകയ്ക്ക് നിയമപരമായി അർബൻ ബാങ്കിന് ലേലം നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. കാരണം 30 ലക്ഷം രൂപ വസ്തുവിന് വില പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ആലോചിച്ച് നോക്കി, കിട്ടാനുള്ളത് 8 കോടി 65 ലക്ഷം രൂപ. പരമാവധി കിട്ടാവുന്ന തുകയായിട്ട് വാല്യുവേഷൻ നടത്തിയ വാല്യുവേഷൻ ഓഫീസർ ഇന്ന് ബാങ്കിൽ എഴുതി കൊടുത്തിരിക്കുന്ന രേഖ എന്ന് പറയുന്നത് 30 ലക്ഷം രൂപ. പോയിട്ട് 8 കോടി 35 ലക്ഷം രൂപ ബാങ്ക് നഷ്ടപ്പെടണം. കലേന്താനി ടൗണിൽ നടന്ന പ്രതിഷേധ മാർച്ച് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മോനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഇളംദേശം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു അടയ്ക്കൽ അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ N.A. ബെന്നി, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, ജാഫർ ഖാൻ മുഹമ്മദ്, KM ഹംസ, KE ജബ്ബാർ, ജോപി സെബാസ്റ്റ്യൻ, ചാർലി ആന്റണി, തോമസ് മാത്യു കക്കുഴി, വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു, ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു, TV ജോമോൻ, ഫ്രാൻസിസ് കുറുന്തോട്ടി എന്നിവർ പ്രസംഗിച്ചു. കലേന്താനി ടൗണിൽ നടന്ന പ്രതിഷേധ മാർച്ചിന് പേടിക്കാട്ടുകുന്നേൽ, മോഹൻദാസ് പുതുശ്ശേരി, സോമൻ ആക്കപ്പടിക്കൽ, ബിനു ലോറൻസ്, ആലക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനൂജ സുബൈർ, VK കൃഷ്ണൻ, ഹെൻറി ജോർജ്, ലിഗിൽ ജോ, ബൈജു ജോർജ്, ജാൻസി ദേവസ്യ, ജോണി ചെരുവിൽ, ചാക്കോച്ചൻ കവളക്കാട്ട്, സൂസമ്മ കുര്യാക്കോസ്, ജിൻസ് മൈലാടി, ജിമ്മി കിഴക്കേക്കര, ജോൺ അമ്പനാട്ട്, ജോർജ് കലേന്താനി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കലേന്താനി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS പൊതുസമ്മേളനത്തിന്റെയും ഇടുക്കി അഡീഷണൽ SP B കൃഷ്ണകുമാർ പ്രതിനിധി സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ജനപ്രതിനിധികൾ, ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ, സംസ്ഥാന ജില്ലാ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. പോലീസിലെ ആത്മഹത്യയും ജോലി സമ്മർദ്ദവും പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. അടുത്ത കാലത്തായി പോലീസിൽ നിരവധി ആത്മഹത്യകൾ ഉണ്ടായി. ഇത് പഠിക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നും ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മെഡിസെപ്പിന്റെ പ്രയോജനം ജില്ലയിൽ മുഴുവൻ പ്രമുഖ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കണമെന്നും സമ്മേളനം മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ ചേർന്ന ജില്ലാ സമ്മേളനം ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും പട്ടണത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് അനേക തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ, സേനാംഗത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫും ക്വാളിറ്റി ഓഫ് വർക്കും ഇമ്പ്രൂവ് ചെയ്യാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം മാറുന്നതിനനുസരിച്ചുള്ള ടെക്നോളജിക്കലായിട്ടും അല്ലാതെയുള്ള ചേഞ്ചസ് ഒരുപാട് വരുന്നു. കുടുംബ ബന്ധങ്ങളിലടക്കം ആ മാറ്റങ്ങൾ കാണാം, കുട്ടികളിലടക്കം ആ മാറ്റങ്ങൾ കാണാം, സമൂഹത്തിൽ ഒന്നാകെ ആ മാറ്റങ്ങൾ കാണാം. അതനുസരിച്ച് നമ്മുടെ ജോബിലുള്ള ചലഞ്ചസും മാറി മാറി വരുന്നു. പല രീതിയിലുള്ള സ്ട്രെസ് ഫാക്ടേഴ്സിന് നമ്മുടെ വർക്കിനെ, ക്വാളിറ്റി ഓഫ് വർക്കിനെ അഫക്റ്റ് ചെയ്യുന്നു.
അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സൗത്ത് കൊറിയയിലെ ഭൂമി സിറ്റി കൗൺസിലിൽ ഒരു റോബോട്ട് ആത്മഹത്യ ചെയ്തതായിട്ടുള്ളതാണ്. ലോകത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തൊരു റോബോട്ട് സൂയിസൈഡാണ്. അതൊരു ടെക്നിക്കൽ മാൽഫങ്ഷൻ ആയിരുന്നു, ഒരു പ്രോഗ്രാമിംഗ് ബഗ്ഗൊക്കെയാണ് അതിനുള്ള കാരണം. പക്ഷെ എന്നിരുന്നാലും എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൗത്ത് കൊറിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഏകദേശം റോബോട്ടിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഒരുപാട് റോബോട്ടുകളൊക്കെ വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടെ ഈ ഭൂമി സിറ്റി കൗൺസിലിൽ 10 എംപ്ലോയീസിന് ഒരു റോബോട്ട് എന്ന രീതിയിൽ അവർ റോബോട്ട്സിനെ വെച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പൊതുവേ റോബോട്ടുകൾക്ക് ഒരു ഫ്ലോർ മാനേജ് ചെയ്യാനാണ് ഒരു റോബോട്ട് വെച്ച് കൊടുക്കുക. പക്ഷേ ഈ ഒരു റോബോട്ടിനെ റോബോട്ട് സൂപ്പർവൈസറായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിവിൽ സർവൻ്റായിട്ടൊരു പോസ്റ്റ് നൽകിക്കൊണ്ട് ഒരുപാട് ജോലികൾ ഒന്നിച്ച് ഏൽപ്പിക്കുകയാണ്. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബിജു അധ്യക്ഷത വഹിച്ചു. ഇന്റലിജൻസ് ഡിവൈഎസ്പി R സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡിവൈഎസ്പിമാരായ MR മധുബാബു, മുഹമ്മദ് റിയാസ്, KR ബിജു, ഷാജു ജോസ്, ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു, ജോയിന്റ് സെക്രട്ടറി V ചന്ദ്രശേഖരൻ, സംസ്ഥാന ട്രഷറർ KS ഔസേബ്, ജില്ലാ സെക്രട്ടറി H സനൽകുമാർ, KPA ജില്ലാ സെക്രട്ടറി EG മനോജ് കുമാർ, കാവൽ കൈരളി എഡിറ്റർ സനൽ ചക്രപാണി, സ്വാഗത സംഘം ചെയർമാൻ MD രാജൻ, കൺവീനർ PK ബൈജു, ജില്ലാ ട്രഷറർ KN വിനോദ്, അബ്ദുൾ മജീദ്, ജീൻ അഗസ്റ്റിൻ, ബിജു കുര്യൻ, TR പ്രമോദ്, അമ്പിളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. തൊടുപുഴ നഗരസഭ 9ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ AAPയുടെ സ്ഥാനാർത്ഥിയായി റൂബി വർഗീസ് മത്സരിക്കുമെന്ന് പാർട്ടി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുതലക്കോടം മാവിൻചുവട് സ്വദേശിയാണ് റൂബി. നിലവിൽ AAP തൊടുപുഴ മുനിസിപ്പൽ സെക്രട്ടറിയാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റി 9ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ AAPയുടെ സ്ഥാനാർത്ഥിയായി റൂബി വർഗീസ് മത്സരിക്കും. നിലവിൽ AAP തൊടുപുഴ മുനിസിപ്പൽ സെക്രട്ടറിയാണ്. മുതലക്കോടം മാവിൻചുവട് സ്വദേശിയായ റൂബി മുതലക്കോടം സെന്റ് ജോർജ് HSന്റെയും PTA പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടുതലൊരു വിശദീകരണത്തിന് ഞാൻ തയ്യാറാവുന്നില്ല. കാരണം അഴിമതിരഹിതമായ ഒരു ഭരണം അത് നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുമെങ്കിൽ, അതിനൊരു കാരണക്കാരനായി മാറാൻ സാധിക്കുമെങ്കിൽ അതിന് ഞാൻ വളരെ സന്തോഷവാനായിട്ടാണ് ഈ ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നത്. ഈ 9ാം വാർഡിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എനിക്ക് എല്ലാവിധ പിന്തുണയും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോയാൽ നമ്മുടെ ചിഹ്നം ചൂല് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. കൂടാതെ സാമൂഹിക സേവന മേഖലകളിലും സജീവ സാന്നിധ്യമാണ് റൂബി എന്ന് അവർ വ്യക്തമാക്കി. തൊടുപുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സെലിൻ ഫിലിപ്പ്, ലിസി ബാബു, സച്ചിൻ ജോർജ്, തങ്കച്ചൻ ജോൺ, ബേസിൽ ജോൺ, റൂബി വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ സ്ഥാനാരോഹണം നടന്നു. ജോബ് K ജേക്കബ് പ്രസിഡന്റായും ബെന്നി ഇല്ലിമൂട്ടിൽ സെക്രട്ടറിയായും ഡോക്ടർ CV ജേക്കബ് ട്രഷററായും സ്ഥാനമേറ്റു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജ്മോഹൻ നായർ മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോസം എന്ന പേരിൽ ഡിസ്ട്രിക്റ്റിന്റെ സഹകരണത്താൽ പുതിയൊരു സാമൂഹിക സേവന പദ്ധതി കൂടി ആരംഭിക്കുന്നതായി പ്രസിഡന്റ് ജോബ് K ജേക്കബ് അറിയിച്ചു. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടുക്കണ്ടം IMA ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ക്ലബിന്റെ 36ാമത് പ്രസിഡന്റായി ജോബ് K ജേക്കബും സെക്രട്ടറിയായി ബെന്നി ഇല്ലിമൂട്ടിലും ട്രഷററായി ഡോക്ടർ CV ജേക്കബും സ്ഥാനമേറ്റു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ചരിതാർത്ഥ്യമുള്ള ഒരു പ്രോജക്റ്റ് റോട്ടറി ക്ലബിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊക്കയാർ പഞ്ചായത്ത് നമ്മുടെ PUയുടെ അസംബ്ലി മണ്ഡലത്തിലെ ഏറ്റവും അവസാനത്തെ പഞ്ചായത്താണ്. മുണ്ടക്കയിൽ കഴിഞ്ഞ ആദ്യത്തെ പഞ്ചായത്താണ്. അവിടെ കഴിഞ്ഞ 2022 ഉണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ നാശനഷ്ടങ്ങൾ വളരെയധികം പറ്റാത്ത തരത്തിലായിരുന്നു. അവിടെ 20 കുടുംബങ്ങളെ സഹായിക്കുന്ന ഒരു ഹൗസ് പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുക്കുകയായി. അതുമായി ബന്ധപ്പെട്ട് പലരുടെയും സഹായമുണ്ട്. പക്ഷേ റോട്ടറി ക്ലബിൻ്റെ ഭാഗത്തു നിന്നും റോട്ടറി ക്ലബ് ചെയ്തു വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ആ പ്രോജക്റ്റ് കൂടി ഉൾക്കൊള്ളിച്ച്
20 ആളുകൾക്കും വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ കംപ്ലീഷൻ സ്റ്റേജിലാണ് ഇപ്പോഴുള്ളത്. 5 വർഷക്കാലം ജനപ്രതിനിധിയായി പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ആത്മസംതൃപ്തി നൽകിയ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഒക്കെ പഞ്ചായത്തിലെ ആ ഒരു ഭവന നിർമ്മാണ പദ്ധതിയാണെങ്കിൽ അതിനെ സഹായിച്ചത് എന്ന് പറയുന്നത് തീരുമാനമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ റോട്ടറി ക്ലബ് നടത്തിയ മാതൃകാപരമായ കാരുണ്യ പ്രവർത്തനങ്ങൾ ഊന്നിപ്പറഞ്ഞ MP തുടർന്നും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ റോട്ടറി ക്ലബിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ രാജ്മോഹൻ നായർ മുഖ്യാതിഥിയായിരുന്നു. വളരെ നല്ല ഒരു വർഷം കാഴ്ചവെച്ചു. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ റിപ്പോർട്ട് നിങ്ങൾ കണ്ടത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ വളരെ ഗംഭീരമായ ഒരു വർഷം കാഴ്ചവെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രിയേറ്റ് ഹോപ്പ് ഇൻ ദ വേൾഡ് അതായിരുന്നു നമ്മളുടെ RIT. അവിടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആശാവഹമായ പല കാര്യങ്ങളും ചെയ്ത ഒരു പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടായ്മയുമാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ടുപോയത്. തൊടുപുഴയെ പറ്റി പറയുകയാണെങ്കിൽ തൊടുപുഴ വലിയൊരു പട്ടണമാണെങ്കിൽ ഒരൊറ്റ ക്ലബിൽ നിന്നും ഉറച്ചു നിൽക്കുന്ന ഒരു റോട്ടറി പ്രസ്ഥാനം ഞാൻ കാണുന്നത് തൊടുപുഴ മാത്രമാണ്. ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ സിറ്റി കൗൺസിൽ ഇത്രയും ആളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 ക്ലബിൽ ജോയിൻ ചെയ്യാൻ. ഇവിടെ ഒരൊറ്റ ക്ലബിൽ നോക്കിയാൽ ഒരു സിനിമ സ്റ്റൈലിൽ ആൾക്കാരിരിക്കുന്നതും അവരെ അഡ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷം തന്നെ ഉള്ള കാര്യമാണ്. പക്ഷേ അതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ അച്ഛനമ്മമാർ പറക്കം വിട്ടുമ്പോൾ കുട്ടികളെ വേർതിരിക്കുന്ന മാതിരി നിങ്ങൾക്കും ചിന്തിക്കാവുന്നതാണ് ഒന്നേ കൂടുതൽ. കാരണം വളരുന്നൊന്നും ഞാൻ പറയുന്നില്ല, അതല്ല. പക്ഷേ കൂടുതൽ സ്ട്രെങ്തും കൂടുതൽ ഇതും വരണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് വേണ്ട ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പറക്കാൻ പറ്റിയ ആൾക്കാർക്ക് നിങ്ങൾ തന്നെ ഇവിടെ നിൽക്കുക. പക്ഷേ നിങ്ങൾക്ക് അടുത്ത ഒരു ക്ലബിനെ പറ്റി കൂടി ചിന്തിക്കാവുന്ന ഒരു അവസരം വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി തൊടുപുഴയുടെ സാംസ്കാരിക, സാമൂഹിക, ആതുര ആരോഗ്യ സേവന മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരിക്കുന്ന റോട്ടറി ക്ലബ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾക്ക് പുറമെ ബ്ലോസം എന്ന പേരിൽ ഡിസ്ട്രിക്റ്റിന്റെ സഹകരണത്താൽ പുതിയൊരു സാമൂഹിക സേവന പദ്ധതി കൂടി ആരംഭിക്കുന്നതായി പ്രസിഡന്റ് ജോബ് കെ ജേക്കബ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP-ക്ക് സ്വീകരണം നൽകി. വിവിധ ജനകീയ വിഷയങ്ങൾ ഉണർത്തിക്കൊണ്ടുള്ള നിവേദനങ്ങൾ UDF പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും MP-ക്ക് കൈമാറി. അങ്കമാലി ശബരി റെയിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 30 വർഷക്കാലമായി ദുരിതം അനുഭവിക്കുന്നവരായ ശബരി റെയിലിന് കല്ലിട്ടിരിക്കുന്ന പ്രദേശത്തെ ഭൂ ഉടമകളുടെ ഒപ്പുകൾ ശേഖരിച്ച പരാതിയാണ് ഇതിൽ പ്രധാനമായും ഉള്ളത്. കോതമംഗലം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP-ക്ക് സ്വീകരണം നൽകി. നെല്ലിക്കുഴി, കോട്ടപ്പടി പഞ്ചായത്തുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും ഉൾപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിലുമാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP-ക്ക് സ്വീകരണം നൽകിയത്. വിവിധ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള നിവേദനങ്ങൾ UDF പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും MP-ക്ക് കൈമാറി. അങ്കമാലി ശബരി റെയിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 30 വർഷക്കാലമായി ദുരിതമനുഭവിക്കുന്നവരായ ശബരി റെയിലിന് കല്ലിട്ടിരിക്കുന്ന പ്രദേശത്തെ ഭൂ ഉടമകളുടെ ഒപ്പുകൾ ശേഖരിച്ച പരാതിയാണ് ഇതിൽ പ്രധാനമായുള്ളത്. ഒന്നുകിൽ ശബരി പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കുക, അല്ലെങ്കിൽ പദ്ധതി ഉപേക്ഷിച്ചതായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഭൂ ഉടമകളുടെ ആവശ്യം. കൂടാതെ ഇരമല്ലൂർ ചെറിയുമായി ബന്ധപ്പെട്ട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കുക, ഭവനരഹിതർക്ക് കൂടുതൽ ഭവനങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പള വർധനവ് കൂടാതെ തൊഴിലെടുത്തലെ ഫോട്ടോ എടുക്കലുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡീൻ കുര്യാക്കോസ് MP-ക്ക് നിവേദനം നൽകിയത്. പര്യടനം രാത്രി വൈകി കാരക്കുന്നത്ത് സമാപിച്ചു. ഷിബു തെക്കുംപുറം, ഷമീർ പനക്കൽ,
ബാബു ഏലിയാസ്, KP ബാബു, AG ജോർജ്, PP ഉതുപ്പാൻ, അബു മൊയ്തീൻ, PAM ബഷീർ, PC ജോർജ്, MK വേണു, ജോർജ് വർഗീസ്, VV കുര്യൻ, MM അബ്ദുൽ കരീം, MA കരീം, പ്രിൻസ് വർക്കി, അനൂപിട്ടൻ, KM കുഞ്ഞുബാവ, അലി പടിഞ്ഞാറച്ചാലിൽ, സുരേഷ് കണ്ണോത്തുകുടി, സണ്ണി വർഗീസ്, നാസർ വട്ടേക്കാടൻ, സുരേഷ് ആലപ്പാട്ട്, EM മൈക്കിൾ, മൈദീൻ കൊട്ടപ്പടി, D കോര, PM സക്കറിയ, ഷമീർ പാറപ്പാട്ട്, എൽദോസ് കീച്ചേരി, അനൂപ് കാസിം, അനൂപ് ജോർജ്, CK സത്യൻ, പരീത് പട്ടമാവുടി, MV റെജി, സത്താർ വട്ടക്കുടി, ശശി കുഞ്ഞുമോൻ, വിനോദ് K മേനോൻ, അജീബ് ഇരമലൂർ, ചന്ദ്രലേഖ ശശിധരൻ, സീതി മുഹമ്മദ്, എബി ചേലാട്ട്, വിജിത് വിജയൻ എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേന്ദ്ര സർക്കാർ സംരംഭമായ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം തൊടുപുഴ കുമാരമംഗലത്ത് കോയിക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗുണമേന്മയുള്ള 2100 പരം ഇംഗ്ലീഷ് മരുന്നുകൾ 50% മുതൽ 80% വരെ വിലക്കുറവിൽ ഇവിടെ ലഭിക്കും. വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും ചികിത്സയ്ക്കും മരുന്നിനുമായി മാറ്റിവെക്കേണ്ടി വരുന്ന രോഗികൾക്ക് ആശ്രയമായി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം തൊടുപുഴ കുമാരമംഗലത്ത് കോയിക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. വാർഡ് കൌൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഉഷ രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജനൌഷധിയുടെ വിലക്കുറവ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് 20% മാത്രമാണ് ഈ മരുന്നിൻ്റെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന തുക. പ്രൈവറ്റ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ലഭിക്കുന്ന മരുന്നിനേക്കാൾ ഏറ്റവും വില കുറഞ്ഞതാണ് നമ്മൾ ഈ ജനൌഷധിയിൽ നിന്നും കൊടുക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ആഗ്രഹപ്രകാരം അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ജനൌഷധി. അപ്പോൾ ഇതിന് എല്ലാവരുടെയും സഹകരണം നല്ല രീതിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ അമ്മയുടെയും എല്ലാവരുടെയും ദൈവാനുഗ്രഹത്താൽ നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വില കുറഞ്ഞ മരുന്ന് കൂടുതൽ വിലയ്ക്ക് കൊടുത്തുകൊണ്ട് നല്ലൊരു തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം നടത്തുന്ന രാജേഷിനെയും കുടുംബാംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് നന്ദി നമസ്കാരം. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ നൽകുക എന്നുള്ളതാണ് ഈ ജനൌഷധി കേന്ദ്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അത് ഇന്ന് കേരളത്തിലെ ഈ കുമാരമംഗലത്ത് നമുക്ക് കുമാരമംഗലത്ത് മുഴുവൻ ജനങ്ങൾക്കും ഒരു ആശ്രയമായിട്ട്, ഒരു ആശാകേന്ദ്രമായിട്ട് അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് മരുന്ന് ലഭ്യമാകുവാൻ, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല നിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാകുവാൻ ഇന്ന് ഇവിടെ ഈ കുമാരമംഗലത്ത് ഈ ഒരു ജനൌഷധി തുടങ്ങിയത് തീർച്ചയായിട്ടും ഈ കുമാരമംഗലം പഞ്ചായത്തിലെ ആളുകൾക്ക് വലിയൊരു സന്തോഷപ്രദമായ ഒരു കാര്യം തന്നെയാണ്. WHO ആൻഡ് NABL അക്രഡിറ്റ് ലാബിൽ പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ 2100 പരം അലോപ്പതി മരുന്നുകൾ 50% മുതൽ 80% വരെ വിലക്കുറവിൽ ഇവിടെ ലഭിക്കും. നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടുന്ന് മേടിച്ച വില കുറവുണ്ട്. ഇവിടുന്ന് മേടിക്കുകയാണെങ്കിൽ 3500 രൂപയാവും. ഇവിടുന്ന് 800 രൂപയ്ക്ക് കിട്ടും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുൻ വോളിബോൾ താരം നെയ്യശ്ശേരി ജോസ് എന്ന CK ജോസഫ് വിട പറഞ്ഞു. 78 വയസ്സായിരുന്നു. നെയ്യശ്ശേരി വലിയ പുത്തൻപുരിയിൽ ചാലിപ്ലാക്കൽ കുര്യാക്കോസ് ഏലിക്കുട്ടി ദമ്പതികളുടെ 6ാമത്തെ പുത്രനാണ്. സംസ്കാര ശുശ്രൂഷകൾ ബുധനാഴ്ച 10/7/2024 രാവിലെ 10:30 വീട്ടിൽ ആരംഭിച്ച് നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ.
പതിറ്റാണ്ടുകൾ ഇന്ത്യൻ വോളിബോളിൽ നിറഞ്ഞു നിന്ന നെയ്ശ്ശേരി ജോസ് എന്ന CK ഔസേപ്പ് വിട പറഞ്ഞു. നെയ്ശ്ശേരി വലിയ പുത്തൻപുരയിൽ കുര്യാക്കോസ് ഏലിക്കുട്ടി ദമ്പതികളുടെ 6ാമത്തെ പുത്രനാണ്. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പോൾ വാൾട്ട്, ഹൈ ജംപ്, ട്രിപ്പിൾ ജംപ്, ഓട്ടം എന്നിവയിൽ ജില്ലാ ചാമ്പ്യനായിരുന്നു. റെയിൽവേയിൽ ജോലിയിലിരിക്കെ അന്ന് ഫാക്ട് വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റൻ മുതലക്കോടം സ്വദേശി MA കുര്യാക്കോസ് ആണ് ജോസിനെ ഫാക്ട് വോളിബോൾ ടീമിലെത്തിച്ചത്. ഫാക്ട് ടീമിനൊപ്പം നിരവധി വർഷം കേരള വോളിബോൾ ടീമിൽ അംഗമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി സിംഗപ്പൂരിലും സിലോണിലും മത്സരിച്ചിരുന്നു. 1.5 പതിറ്റാണ്ട് കളിക്കാരനായും ദീർഘകാലം ഫാക്ട് സ്കൂളിന്റെയും എറണാകുളം ജില്ലയുടെയും പരിശീലകനായും നിറഞ്ഞു നിന്ന ജോസ് 3 വർഷം ഔദ്യോഗിക ജീവിതം ബാക്കി നിൽക്കെ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ ബുധനാഴ്ച രാവിലെ 10:30 വീട്ടിൽ ആരംഭിച്ച് നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. ഫാക്ടിൽ എത്തിയതോടെയാണ് മികച്ച അത്ലറ്റായിരുന്ന ജോസ് വോളിബോളിൽ മികവ് കാട്ടിയതെന്ന് മുൻ കേരള വോളി ടീം ക്യാപ്റ്റൻ MA കുര്യാക്കോസ് പറഞ്ഞു. നെയ്ശ്ശേരി ജോസ് സ്കൂൾ ലെവലിൽ തുടങ്ങി എനിക്കറിയാവുന്നതാണ്. അന്ന് ഞാൻ FACTയുടെ കളിക്കാരനും നിർമ്മല കോളേജിലെ പ്ലെയറും ഒക്കെ ആയിരുന്നു. ജോസിനെ ലോക്കലായിട്ട് ഏറ്റവും നല്ല നിലയിൽ കളിച്ചിരുന്ന ഒരു പ്ലെയറായിരുന്നു. നല്ല ഭാവിയുള്ളതിൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് ജോസിനെ ഞാൻ FACTയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. FACT ടീമിൽ 1968 തുടങ്ങി ജോസ് കളിക്കുന്നുണ്ട്. 69-70 ജോസ് എൻ്റെ ഇന്ത്യൻ ടീമിലേക്ക് വന്നു. ആ സമയത്ത് ഞാൻ ആ ടീമിലുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ടെസ്റ്റ് മാച്ച് ഞങ്ങൾ കളിച്ചു. എല്ലാ തരത്തിൽ കൂടെയും ഞങ്ങൾക്കൊരു പ്രയോജനപ്രദമായ ഒരു പ്ലെയറായിരുന്നു. നല്ല ഒഫൻഡായിരുന്നു, നല്ലൊരു അത്ലറ്റായിരുന്നു. അവിടെ വന്നതിന് ശേഷം പോലും ഈ ഇൻ്റർ സ്റ്റേറ്റ് സ്പോർട്സിനൊക്കെ ജോസ് നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജോസിൻ്റെ നഷ്ടം ഒരു വോളിബോൾ ഫീൽഡിൽ ഒരു നഷ്ടമാണ്. ഇപ്പോൾ കളിക്കുന്നില്ലെങ്കിൽ കൂടെ ജോസ് വളരെ മികച്ച ഒരു സപ്പോർട്ടറായിരുന്നു വോളിബോളിൽ. നെയ്ശ്ശേരി എന്ന് പറയുന്നത് വോളിബോള് എൻ്റെ ചെറുപ്പകാലത്തെല്ലാം സ്ഥലമാണ്. പാടത്തിലെ പുതുപ്പച്ചൻ സാറും മറ്റേ PO ജോസും ഇവരെല്ലാം കൂടി ഓർഗനൈസ് ചെയ്ത് നല്ലൊരു ടീമുള്ളതാണ്. ഉയർന്നു ചാടിയുള്ള അതിവേഗ സ്മാഷുകൾ, ചാട്ടത്തിനിടയിലെ ഒരു നിമിഷത്തിൽ എതിർക്കോട്ടിലെ ദൗർബല്യം മനസ്സിലാക്കി പന്ത് ഫിനിഷ് ചെയ്യുന്ന ബുദ്ധിശാലിയായ താരം. CK ഔസേപ്പിന്റെ കളിമികവിനെ 2 വരിയിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. കേരളം സൃഷ്ടിച്ച വോളിബോൾ കളിക്കാരിൽ പ്രധാനിയാണ് വിട പറഞ്ഞ CK ഔസേപ്പ്. എതിർക്കോട്ടിൽ നാണയത്തൊട്ട് വെച്ച് ഉന്നം തെറ്റാതെ അതിൽ പന്ത് അടിച്ചു കൊള്ളിക്കുന്ന അത്ര വൈഭവം. കളിയിലെ ശൗര്യക്കാരൻ കളത്തിൽ മാന്യനായിരുന്നു. മിന്നൽ പിണർ പോലുള്ള ഷോട്ടുകളിലൂടെ എതിരാളികളെ കീഴ്പ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു പിശുക്കും കാട്ടിയിരുന്നില്ല. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ മികച്ച അത്ലറ്റായിരുന്ന ഔസേപ്പിന്റെ ഇഷ്ട ഇനങ്ങൾ പോൾ വാൾട്ട്, ഹൈ ജംപ്, ട്രിപ്പിൾ ജംപ്, 100 മീറ്റർ ഓട്ടം എന്നിവയായിരുന്നു. സ്കൂൾ ടീമിന്റെ ഗോൾ കീപ്പറുമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് സംസ്ഥാന മീറ്റിൽ പോൾ വാൾട്ടിലും ജില്ലാ മീറ്റിൽ ലോങ് ജമ്പിലും ഔസേപ്പ് രേഖപ്പെടുത്തിയ റെക്കോർഡ് മറികടക്കാൻ ഏറെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. സദേൺ റെയിൽവേയിലെ ജോലി ഉപേക്ഷിച്ചാണ് ആലുവ FACTയിൽ ചേർന്നത്. 1970കളിൽ ഇന്ത്യ ശ്രീലങ്കയെ അവരുടെ നാട്ടിൽ പരാജയപ്പെടുത്തിയ ടീമിൽ ഔസേപ്പും അംഗമായിരുന്നു. സിംഗപ്പൂരിലും സിലോണിലും ഇന്ത്യക്കായി കളിച്ചു. FACT വനിതാ ടീമിന്റെ പരിശീലകനായാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പിരിഞ്ഞത്. വിശ്രമ ജീവിതത്തിലും താൻ വോളിബോളിന്റെ ആദ്യ പാഠം പഠിച്ച നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പന്ത് തട്ടാൻ ഔസേപ്പ് എത്തുമായിരുന്നു. ഇന്ത്യൻ വോളിബോൾ ചരിത്രത്തിന് മറക്കാനാവാത്ത ഒരുപിടി മുഹൂർത്തങ്ങൾ നൽകിയ പ്രതിഭയാണ് ജീവിതത്തിന്റെ കോർട്ടിൽ നിന്നും വിടവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമുട്ടിൽ സിൽക്സ്. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണ്ണമയീ ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.
നമ്മുടെ സ്വന്തം തൊടുപുഴയിൽ ഇടുക്കിയിലെ ആദ്യത്തെ മൾട്ടി ഡിസൈനർ സ്റ്റോറുമായി സബെല്ല ഇനി അണിഞ്ഞൊരുങ്ങാം അതിഗംഭീരമായി. ബ്രാൻഡഡ് ഡിസൈനേഴ്സ് ഒരുക്കുന്ന പാർട്ടി വെയർ, കാഷ്വൽസ്, കുർത്തീസ്, സാരീസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ എന്നിവയുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ. കൂടാതെ മനോഹരമായ വസ്ത്രങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തു നൽകുന്നു. യുണീക് കളക്ഷൻ ഇൻ ദ ലേറ്റസ്റ്റ് ഫാഷൻ ട്രെൻഡ്സ് that make you stand out in the crowd. Sabella, the one and only multi-designer store in Idukki. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ ആർട്ട് ഫെസ്റ്റ് നടത്തി. സിനിമ, ടിവി, കോമഡി ആർട്ടിസ്റ്റ് ബാസി, സിനിമ, ടിവി, കോമഡി ആർട്ടിസ്റ്റ് പോൾസൺ എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ് CMC അധ്യക്ഷത വഹിച്ചു. ആർട്സ് കമ്മിറ്റി അംഗം ജൂവൽ ജോംസി സ്വാഗതവും PTA പ്രസിഡന്റ് ടോം ജെ കല്ലറയ്ക്കൽ ആശംസയും ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിഷ ബാനു നന്ദിയും രേഖപ്പെടുത്തി. കലയുടെ നൂപുരധ്വനിയുമായി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ ആർട്ട് ഫെസ്റ്റ് വിസ്മയ് 2K24 തിരിതെളിഞ്ഞു. സിനിമ, ടിവി, കോമഡി ആർട്ടിസ്റ്റുമാരായ ഭാസി, പോൾസൺ എന്നിവർ സംയുക്തമായി വിസ്മയ് 2K24 ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ് CMC അധ്യക്ഷത വഹിച്ചു. ആർട്സ് കമ്മിറ്റി അംഗം ജുവൈൽ ജോംസി സ്വാഗതവും PTA പ്രസിഡന്റ് ടോം ജെ കല്ലറയ്ക്കൽ ആശംസയും അർപ്പിച്ചു. ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിഷ ബാനു നന്ദി പറഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്ബത്ത് CMC, സ്റ്റാഫ് സെക്രട്ടറിമാരായ സുബിൻ S, ജെസിയമ്മ ലൂക്കോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം പല വേദികളിലായി വിവിധ കലാമത്സരങ്ങൾ നടന്നു. സംഘനൃത്തം, കോമഡി ഡാൻസ്, ഫ്യൂഷൻ ഡാൻസ്, മൈം പോലുള്ള വിവിധ കലാമത്സരങ്ങൾ ബുധനാഴ്ചയാണ് നടക്കുക. രചനാ മത്സരങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തന ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോർജ് മാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ നടൻ ജാഫർ ഇടുക്കി വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൈസി ഡെനിൽ ദീപിക ചിൽഡ്രൻസ് ലീഗിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും പ്രവർത്തനോദ്ഘാടനം സംഘടിപ്പിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോർജ് മമ്മൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ജാഫർ ഇടുക്കി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ ഒരു പ്രത്യേക സ്ഥാപനത്തിൽ അങ്ങൾ ഒരു 5 കൊല്ലം വർക്ക് ചെയ്തു. അതൊരു ലോക മലയാളികൾ അറിയപ്പെടുന്ന കൊച്ചിൻ കലാഭവൻ എന്ന് പറയുന്ന ആബേലച്ചൻ നടത്തിയ ട്രൂപ്പിലാണ്. പരിയാരം ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപകൻ ജോർജ് കുട്ടി സെബാസ്റ്റ്യൻ നാടൻ പാട്ടുകൾ പാടി വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൈസി ഡെനിൽ ദീപിക ചിൽഡ്രൻസ് ലീഗിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കേരള NGO അസോസിയേഷൻ ഇടുക്കി ബ്രാഞ്ച് 49ാം വാർഷിക യോഗവും പ്രതിനിധി സമ്മേളനവും നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി B പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ ഇടുക്കി ബ്രാഞ്ച് 49ാം വാർഷിക സമ്മേളനവും പ്രതിനിധി യോഗവുമാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നത്. ബ്രാഞ്ച് പ്രസിഡന്റ് ജോയ്സ് ആന്റണി അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന സെക്രട്ടറി B പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഓരോ മാസം കടന്നുപോകുമ്പോഴും സർക്കാർ ജീവനക്കാർ കടക്കണിയിലാവുകയാണെന്നും ഏത് അഴിമതി നടന്നാലും അതിന്റെ പിന്നിൽ പിണറായിയും കുടുംബവുമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ B പ്രദീപ് കുമാർ പറഞ്ഞു. ഓരോ മാസവും കടന്നു പോകുമ്പോൾ പട്ടിണിക്കാരാവുന്ന കടക്കാരാവുന്ന ഒരു വിഭാഗമായി സർക്കാർ ഉദ്യോഗസ്ഥർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ ആകെ കൂടി ജീവിക്കുവാൻ മാർഗമുള്ളതും ജീവിക്കുന്നതുമായ ആളുകൾ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാരും അവരുടെ പ്രവർത്തകരും മാത്രമാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് നടപാടിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ ഈ സംസ്ഥാനത്ത് ഏത് മേഖല എടുത്തു നോക്കിയാലും അതിന്റെ എല്ലാം അവസാനം എന്തെങ്കിലുമൊക്കെ അഴിമതികൾ ഉണ്ടാവുകയും ഈ അഴിമതികളുടെ എല്ലാം പുറകിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികളും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരുമാണ് എന്നുള്ളത്
ഞാനും നിങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 വർഷത്തിൽ അധികമായി ഒരേ സീറ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ മാറ്റുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി ഷാജി ദേവസ്യ മുഖ്യപ്രഭാഷണം നടത്തി. രാജ്മോഹൻ MS സ്വാഗതവും മാത്യു ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. ആശംസ അറിയിച്ച് ഷിഹാബ് പരീദ്, CS ഷമീർ, സാജു മാത്യു, KP വിനോദ്, ഷിൻഡോ പോൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. OETയുടെ അംഗീകൃത പരീക്ഷാ കേന്ദ്രമായ പിയർ അക്കാദമി ഓസ്ട്രേലിയയുടെ ഭാഷാ പരിശീലന വിഭാഗമായ ഡിസ്ഗു ഇംഗ്ലീഷ് കേരളത്തിൽ ആദ്യമായി തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ജൂലൈ 10 ബുധനാഴ്ച രാവിലെ 9:30 തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കി റോഡിൽ സിസിലിയ ഹോട്ടലിന് സമീപമാണ് സ്ഥാപനം ആരംഭിക്കുന്നത്. OETയുടെ അംഗീകൃത പരീക്ഷാ കേന്ദ്രമായ പിയർ അക്കാദമി ഓസ്ട്രേലിയയുടെ ഭാഷാ പരിശീലന വിഭാഗമായ ഡിസ്ഗു ഇംഗ്ലീഷ് കേരളത്തിൽ ആദ്യമായി തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ജൂലൈ 10 ബുധനാഴ്ച രാവിലെ 9:30 തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിക്കും. OETയുടെ പ്രീമിയം പാർട്ണറായിട്ടുള്ള ഡിസ്ഗു ഇംഗ്ലീഷ് ആരോഗ്യ മേഖലയിലെ തൊഴിൽ ലഭ്യതയ്ക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഭാഷാ പരിശീലനത്തിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളിൽ 95% വിജയനിരക്കുമായി പ്രശസ്തമാണ്. ഡെന്റിസ്ട്രി, ഡയറ്ററ്റിക്സ്, മെഡിസിൻ, നഴ്സിംഗ്, ഒക്യുപേഷണൽ തെറാപ്പി, ഫാർമസി, ഫിസിയോതെറാപ്പി, റേഡിയോഗ്രഫി, സ്പീച്ച് പാത്തോളജി, വെറ്ററിനറി സയൻസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലുമുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്കും ഇംഗ്ലീഷ് പരിജ്ഞാനത്തിന് OETയുടെ അംഗീകാരമുള്ള കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡർ ആണ് ഡിസ്ഗു ഇംഗ്ലീഷ്. Hi everyone, I am Anand Sai, India Head for Pear Academy Australasia. We are into administering the occupational English test in India as well as abroad. We are pleased to announce the opening of the first coaching center under the brand Disgu English in Kerala at Todupuda. Under our coaching arm, we are also into coaching for IELTS, PTE and TOEFL, apart from our main focus being occupational English test. The opening of Disgu English is scheduled for tomorrow, that is the 10th July 2024 at Todupuda, Kerala. കൂടാതെ OETയുടെ ഒഫീഷ്യൽ പ്രോഗ്രാമായ OET ഓൾ സ്റ്റാർസ് റെക്കഗ്നീഷൻ, നിയാസ് ഓസ്ട്രേലിയയുടെ അംഗീകാരം തുടങ്ങിയവ ഡിസ്ഗു ഇംഗ്ലീഷിനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഡിസ്ഗു ഇംഗ്ലീഷിന്റെ തൊടുപുഴയിലെ പരിശീലന കേന്ദ്രത്തിൽ മികച്ച സൗകര്യങ്ങളോടെ ഓരോ പ്രൊഫഷനും അനുസരിച്ചുള്ള വ്യക്തിഗത പരിശീലനം നൽകുന്നതിന് OET അംഗീകാരമുള്ള പരിചയസമ്പന്നരായ അധ്യാപകർ സജ്ജമാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. OETയുടെ അംഗീകൃത പരീക്ഷാ കേന്ദ്രമായ പിയർ അക്കാഡമി അതിൻ്റെ ആദ്യ കോച്ചിങ് സെൻറ്റർ ഡിസ്ഗു ഇംഗ്ലീഷ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഡിസ്ഗു ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഡിസ്ഗു ഇംഗ്ലീഷ് ഒരു പ്രീമിയം പ്രിപ്പറേഷൻ പാർട്ട്ണറാണ്. എന്താണ് പ്രീമിയം പ്രിപ്പറേഷൻ പാർട്ട്ണർ എന്ന് വെച്ചാൽ OETയുടെ ലൈസൻസ് ഉള്ള സ്ഥാപനമാണ് പ്രീമിയം പ്രിപ്പറേഷൻ പാർട്ട്ണർ. തന്നെയല്ല, OETയുടെ നോംസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് എല്ലാ മൊഡ്യൂൾസും അതിൻ്റെ സ്കിൽസ് ആൻഡ് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് കുട്ടികളെ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്നത്. ഡെന്റിസ്ട്രി, ഡയറ്ററ്റിക്സ്, ഒക്യുപേഷണൽ തെറാപ്പി, ഫാർമസി, നഴ്സിംഗ്, മെഡിസിൻ തുടങ്ങി 9ഓളം പ്രൊഫഷൻസ് പഠിപ്പിക്കാൻ OETയുടെ ലൈസൻസ് ഉള്ള ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് ഡിസ്ഗു ഇംഗ്ലീഷ്. ഡിസ്ഗു ഇംഗ്ലീഷിൽ OETക്ക് പുറമെ IELTS, PTE തുടങ്ങിയ കോഴ്സുകളും പഠിപ്പിക്കുന്നു. മാത്രമല്ല, OET സ്റ്റുഡൻസിന് ഇനി ഡിസ്ഗു ഇംഗ്ലീഷ് വഴി OET ബുക്കിങ്ങും സാധ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ പുതിയ സ്ഥാപനത്തിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയ ആസ്ഥാനമായി വിവിധയിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങളുള്ള ഡിസ്ഗു ഇംഗ്ലീഷ് ആരോഗ്യ പരിചരണ രംഗത്തുള്ള പ്രൊഫഷണലുകൾക്ക് രാജ്യാന്തര കരിയറിൽ ഉയരങ്ങളിൽ എത്തുന്നതിനാവശ്യമായ ലോക നിലവാരമുള്ള സവിശേഷ ഭാഷാ പരിശീലനം എല്ലാവർക്കും പ്രാപ്യമായതാക്കുന്നതിന് ഇന്ത്യയിലുടനീളം പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.disguenglish.com സന്ദർശിക്കുകയോ 8971113033 അല്ലെങ്കിൽ 9945722395 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അർബൻ ബാങ്ക് അഴിമതിക്കെതിരെ കലയന്താനിയിലും വണ്ണപ്പുറത്തും UDF ധർണ. വിവിധ സമരങ്ങൾ അഡ്വക്കേറ്റ് S. അശോകൻ, റോയ് കെ പൗലോസ്, M. മോനിച്ചൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS പൊതുസമ്മേളനത്തിന്റെയും ഇടുക്കി അഡീഷണൽ SP B. കൃഷ്ണകുമാർ പ്രതിനിധി സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരസഭ 9-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ AAP-യുടെ സ്ഥാനാർത്ഥിയായി റൂബി വർഗീസ് മത്സരിക്കുമെന്ന് പാർട്ടി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ സ്ഥാനാരോഹണം നടന്നു. ജോബ് കെ ജേക്കബ് പ്രസിഡന്റായും ബെന്നി ഇല്ലിമൂട്ടിൽ സെക്രട്ടറിയായും ഡോക്ടർ CV ജേക്കബ് ട്രഷററായും സ്ഥാനമേറ്റു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. മുൻ വോളിബോൾ താരം നെയ്യശ്ശേരി ജോസ് എന്ന CK ജോസഫ് വിട പറഞ്ഞു. സംസ്കാര ശുശ്രൂഷകൾ ബുധൻ രാവിലെ 10:30 വീട്ടിൽ ആരംഭിച്ച് നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.